മോള്. ഫസ്റ്റ് കെമിസ്ട്രി നോക്കുന്ന. ഓക്കെ. ഫിഫ്ത്ത് മൊഡ്യൂൾ വാട്ടർ കെമിസ്ട്രി. കേട്ടില്ല. ഫിഫ്ത്ത് മൊഡ്യൂൾ വാട്ടർ കെമിസ്ട്രി ആൻഡ് സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ്. ഞാൻ ഏതാ വിഷയം? എഞ്ചിനീയറിംഗിൽ ഏത് വിഷയം പഠിക്കുന്നത്? അല്ല, എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ഏതാ? കൃത്യമായിട്ട് പറ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. ഇലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷൻ. അതിനകത്ത് എന്തിനാ കെമിസ്ട്രി പഠിക്കണേ? ബേസിക് ആയിട്ട് പഠിക്കുന്നത്. അത് എന്തിനാ? എവിടെയാ അത് ഉപയോഗിക്കുക? ഹയർ സെമസ്റ്ററിലും കെമിസ്ട്രിന്റെ ബാക്കിയായിട്ട് വരുന്നുണ്ട്. ഞാൻ എവിടെ പഠിക്കേണ്ടതല്ല ചോദിച്ചു. എന്തിനാ കെമിസ്ട്രി പഠിക്കണെന്ന് ചോദിക്കുന്നു. ഏതോ സിനിമയിൽ തെലുങ്കൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ പഠിക്കണേന്ന്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോ ഇപ്പൊ ഭാവിയില് അഞ്ജിതക്ക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആവാൻ, അല്ലെ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ് ആവേണ്ടത്. ആ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആള് എന്തിനാ മാത്സ് പഠിക്കണേ, എന്തിനാ കെമിസ്ട്രി പഠിക്കണേ, എന്തിനാ ഫിസിക്സ് പഠിക്കണേന്ന് അറിയുമ്പോൾ കൃത്യമായിട്ട് അറിയേണ്ടത്, ഓരോ വിഷയം എടുത്തു നോക്കിയാലും കെമിസ്ട്രി എല്ലാ കെമിസ്ട്രിയും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത്യാവശ്യം ഇലക്ട്രോണിക്സുകാർക്ക് അറിയേണ്ട കെമിസ്ട്രിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട്? ഇപ്പം സിലബസിന്റെ ആദ്യത്തെ ചാപ്റ്റർ എന്താ? ആദ്യത്തെ മോഡ്യൂൾ കെമിസ്ട്രിയിൽ അതെ. എന്തിനാണ് ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുന്നത്? എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി? ആദ്യം അത് പറഞ്ഞു. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽസിനെ കുറിച്ച് പഠിക്കുന്നതല്ലേ? എന്തിനെ കുറിച്ച്? സെൽസിനെ കുറിച്ച്. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം നമ്മുടെ ഏത് മെറ്റലും, ഞാൻ പറയുന്നത് കേൾക്കണ്ടെങ്കിൽ ആ ഊന്നൊക്കെ പറയണം. ബൊമ്മ പോലെ ഇരുന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അത് കേൾക്കുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ റെസ്പോൺസ് വേണം. ഓക്കെ. നമ്മള് ഒരു ഇരുമ്പ് കുറച്ച് സമയം പുറത്ത് വെച്ചാൽ തുരുമ്പ് വരും. അതിനെന്താ പറയാ ഇംഗ്ലീഷില്? കൊറോഷൻ ആണ്. ഇലക്ട്രോ കെമിക്കൽ എന്ന് പറയുന്നതിന്റെ ആദ്യത്തെ വാക്ക് കൊറോഷൻ ആണ്. അതൊരു കെമിക്കൽ പ്രോസസ്സാണ്. എന്താണ് കെമിക്കൽ പ്രോസസ്സ്? ഏത് മെറ്റലും അതിന്റെ എൻവിറോൺമെന്റില് കുറച്ച് ഹ്യൂമിഡിറ്റി കൂടുതലുണ്ട്, ഒക്കെ ഓക്സിജൻ ഉണ്ട്, അതൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് അത് നശിച്ചു പോകും. ഇലക്ട്രോണിക്സില് നിങ്ങൾ ഉപയോഗിക്കുന്ന വയറുകൾ, രണ്ട് സാധനം സോൾഡർ ചെയ്യും, ഇലക്ട്രോഡ്, അങ്ങനെ കുറേ സാധനങ്ങൾ എല്ലാം കെമിക്കൽ മെറ്റൽസ് ആണ്. ഇപ്പൊ ഇലക്ട്രിക് വയറിലൂടെ ഇലക്ട്രിസിറ്റി പോകുമ്പോൾ എന്തുകൊണ്ടാ കോപ്പർ വയർ ഉപയോഗിക്കാത്തത്? കോപ്പർ വയർ ഉപയോഗിച്ചാൽ ഉടനെ ഇൻസുലേഷൻ കൊടുക്കും. ഇൻസുലേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? ഷോക്ക് അടിക്കാതിരിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ മുകളില് 110 kV ലൈൻ കോപ്പർ ഉപയോഗിച്ചൂടെ? സ്വർണ്ണല്ലേ ഏറ്റവും നല്ലത് കണ്ടക്ടർ. സ്വർണം പൈസ കൂടുതലായതുകൊണ്ട് ഉപയോഗിക്കില്ല. കോപ്പർ ആവുമ്പോ എന്താ പ്രശ്നം? കോപ്പർ ആവുന്ന സമയത്ത് അതിന്റെ മുകളില് പെട്ടെന്ന് തന്നെ ഫംഗസ് വരും. കോപ്പറിന്റെ പാത്രം കണ്ടിട്ടില്ല, ഉടനെ ഫംഗസ് വരില്ലേ? അപ്പൊ ഓരോ സംഭവങ്ങളും പഠിച്ചിട്ട് ഏതാണ് വെയിറ്റ് കുറവ്, രണ്ട് പോസ്റ്റ് വെച്ചിട്ട് അതിന്റെ മുകളിൽ വെക്കുന്ന സമയത്ത് അതിന് സാഗ് ഉണ്ടാവും. സാഗ് ഉണ്ടാവുന്ന സമയത്ത് ഭൂമിയിലേക്ക് ഇലക്ട്രിസിറ്റി പതിയും. സാഗ് എന്ന് പറഞ്ഞാൽ എന്താ? സാഗ് എന്ന് പറഞ്ഞാൽ എന്താ? സാഗ് എന്ന് പറഞ്ഞാൽ എന്താ? സാഗ് എന്ന് പറഞ്ഞാൽ എന്താ? സാഗ് രണ്ട് പോസ്റ്റുകൾ വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ലൈൻ ഇങ്ങനെ കൊടുക്കുമ്പോ ആ തൂങ്ങിക്കിടക്കുന്നതിന് എന്താ പറയാ? സാഗ് എന്നാ പറയാ. അപ്പൊ സാഗ് അധികം ഉണ്ടായാല്, വെയിറ്റ് അധികമുള്ള മെറ്റൽ ആണെങ്കിൽ അതിന് പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഏതിനാണ് വെയിറ്റ്, ഏതിനാണ് കണ്ടക്ടിങ്, ഇതൊക്കെ പഠിക്കുന്നത് കെമിസ്ട്രി അല്ലേ? അപ്പൊ കെമിസ്ട്രി എന്തിനാ പഠിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയണം.
ഓരോ ചാപ്റ്റർ എടുത്തിട്ട് അതിൽ എന്താണ് കെമിസ്ട്രി എന്ന് അറിയണം. അങ്ങനെ അറിയാതെ പഠിക്കുമ്പോൾ എന്ത് പറ്റും? ഇതിനകത്തൊന്നും ഒരു വലിയ താല്പര്യം ഉണ്ടാവില്ല. സെക്കൻഡ് സെമസ്റ്ററിൽ, ഫസ്റ്റ് സെമസ്റ്ററിൽ, തേർഡ് സെമസ്റ്ററിൽ, ഫോർത്ത് സെമസ്റ്ററിൽ കെമിസ്ട്രി ഉണ്ട്. അത് എന്തിനാ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും അറിയില്ല. ആദ്യം അറിയേണ്ടത് എന്തിനാന്നല്ലേ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് താല്പര്യം ഉണ്ടാവും. അപ്പൊ അതിൽ സെല്ലുകളുണ്ട്, ആ സെല്ലുകൾ എൻവറോൺമെന്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, ആ റിയാക്ഷനിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേറെ എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കണം, ഇതൊക്കെയാണ് വേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ചാപ്റ്റർ ഏതാ? സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക് ആൻഡ് ആപ്ലിക്കേഷൻ. എന്താ അതിന്റെ അർത്ഥം? എന്താണ് അതെന്താന്ന് പറയേ. നമ്മൾ ആദ്യം ഒരു വീട് കാണാൻ പോകുമ്പോൾ വീടിന്റെ പുറമെയൊക്കെ ഒന്ന് കണ്ടിട്ടല്ലേ കൃത്യമായിട്ട് ഉള്ളിൽ കയറുക. അല്ലാണ്ട് നേരെ മുറി കയറുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാവില്ല. എന്താണ്? ഇഷ്ടംപോലെ ഇത്തരം സംഭവങ്ങള് നമുക്ക് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം, ഡിക്ഷണറി അടുത്ത് വെക്കുക. സ്പെക്ട്രോസ്കോപ്പിക് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അർത്ഥം നോക്കണം. ഡിക്ഷണറി എടുക്കുക, സ്പെക്ട്രോസ്കോപ്പിക് എന്നുള്ളതിന്റെ അർത്ഥം നോക്കുക. എപ്പോഴും അങ്ങനെ ചെയ്യേണ്ടത്. ഇപ്പോഴല്ല, എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാല് ഓരോ സംഭവങ്ങൾ നോക്കുമ്പോഴും അതിന്റെ കൃത്യമായിട്ടുള്ള അർത്ഥം ഡിക്ഷണറിയിൽ എന്താണ് എന്നറിയാം. സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് കേട്ടിട്ടില്ലേ? എന്താ അതിനർത്ഥം? 0.4 മുതൽ 0.7 വരെ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ലൈറ്റുകളുടെ തരം തിരിച്ച് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നതിനെയാണ് സ്പെക്ട്രോസ്കോപ്പിക് എന്ന് പറയാം. അപ്പൊ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്ക് നമ്മൾ പഠിക്കുന്ന വിഷയത്തിനെ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് ഓരോ സംഭവങ്ങളും ഇന്റൻസിറ്റി, ഇപ്പൊ ലൈറ്റിന്റെ സ്പെക്ട്രോസ്കോപ്പിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള വിബ്ജിയോർ. അതുപോലെ ഒരു ഫ്ലൂറസെന്റ് ലൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഫ്ലൂറസെന്റ് ലൈറ്റില് നമ്മൾ ഒരു ഇലക്ട്രോണിക്സ് തന്നെയാണ് ഈ ലൈറ്റിന്റെ പിന്നെ ഇന്റൻസിറ്റി കൺട്രോൾ ചെയ്യുന്നതും കളർ കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ ഇലക്ട്രോണിക്സ് ആണ്. ഇപ്പം നമുക്ക് ഇലക്ട്രോണിക്സ് ഉപയോഗിച്ചിട്ടുള്ള ബൾബുകളുണ്ട്. ആ ബൾബുകൾ മേടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഗൂഗിളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഗൂഗിൾ മേക്ക് മൈ ബൾബ് കളർ ഇൻ ടു വയലറ്റ് എന്ന് പറഞ്ഞാൽ ഉടനെ വയലറ്റ് ആക്കും. കണ്ടിട്ടുണ്ടോ ഇതൊക്കെ? അപ്പൊ ഇതെങ്ങനെ ആക്കുന്നത്? ഒരു കളർ എനിക്ക് വൈറ്റ് വേണമെങ്കിൽ ഫ്ലൂറസെന്റ് ആവണം. മെഡിക്കൽ ആപ്ലിക്കേഷന് ചിലയിടത്ത് എക്സ്റേ ഉപയോഗിക്കുന്ന സമയത്ത് ആ സ്പെസിഫിക് ബാൻഡ് വിഡ്ത്തിലുള്ള പിന്നെ റേസ് അയക്കുമ്പോഴാണ് എക്സ്റേ ആവുക. ചിലർക്ക് കാലിന്റെ മുട്ടിന് വേദന ഉണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള കളർ അയക്കും. അപ്പൊ ഓരോ കളറുകള് സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ചിട്ട് ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അപ്ലിക്കേഷൻസ്, മെഡിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്, കെമിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ ഒരു തരത്തിലുള്ള നമുക്കൊരു MMR എന്ന് പറഞ്ഞിട്ടുള്ള മെഡിക്കൽ ആയിട്ടുള്ള സംഭവങ്ങള് മെഡിക്കൽ സ്കാനിങ്ങിന് ഉപയോഗിക്കുമ്പോൾ ഇപ്പം അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ ആറ്റംസിന്റെ ഓരോ തരത്തിലും റേസ് അടിക്കുമ്പോൾ എങ്ങനെയാണത്? മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. എന്റെ PhD റേഡിയേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം വെച്ചിട്ടുള്ള പഠനമാണ്. അതിൽ ഹീറ്റിനെ കുറിച്ചാണ് പഠിക്കുക. ഒരു സാധനം ചൂടാക്കുന്ന സമയത്ത് അതിന്റെ കളർ മാറൂലേ? ആ കളർ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും ഇന്ന മെറ്റല് ഇത്ര ചൂടായാൽ ഇന്ന കളറാ വരിക. നമ്മള് പിന്നെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സൂര്യനെ കളർ അടിച്ചിട്ടാണ് നമുക്ക് ചന്ദ്രനെ വൈറ്റ് ആയിട്ട് കാണുന്നത്. അതേ സൂര്യരശ്മി അടിക്കുമ്പോഴാണ് ശനി ഗ്രഹം സാറ്റേണിന് റെഡ് കളർ ആവുന്നത്. ആ റെഡ് കളർ കണ്ടാൽ നമുക്ക് ഉടനെ പറയാൻ പറ്റും ഇന്ന മെറ്റലാണ് അവിടെ ഉള്ളത്, ഇന്ന മൂലകങ്ങളാണുള്ളത്. അപ്പൊ ഒരു ഗ്രഹത്തിന്റെ കളർ കാണുമ്പോൾ അവിടെ എന്ത് കെമിക്കൽ ആണുള്ളത് പറയും. ഈ കെമിക്കലിനെ പറ്റി പഠിക്കുന്നതൊക്കെ കെമിസ്ട്രി അല്ലേ? അപ്പൊ എന്ത് രസകരമായിട്ടുള്ള ഒരു സബ്ജക്റ്റാന്ന് ആലോചിച്ച് നോക്ക്.
ഇതിങ്ങനെ എൻജോയ് ചെയ്ത് പഠിക്കുമ്പോൾ അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി എന്താണെന്ന് അറിയണം, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രോസ്കോപ്പി എന്താണെന്ന് അറിയണം, മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി എന്താണെന്ന് അറിയണം, മെഡിക്കൽ അപ്ലിക്കേഷൻ എന്താണെന്ന് അറിയണം, സാറ്റലൈറ്റിലും കോസ്മോളജി പഠിക്കാൻ അത് ആവശ്യമുണ്ട്. അതുപോലെ ഒരേ സാധനം തന്നെ ഫാനിന്റെ കളർ നമുക്കറിയാം, പക്ഷെ ഫാൻ കറങ്ങാൻ തുടങ്ങുമ്പോൾ അതിന്റെ കളർ മാറും. ഒരു സാധനം നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റൽ എടുക്കുക, ആ മെറ്റൽ ഒരു പ്രാവശ്യം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുക. നമ്മുടെ കയ്യിൽ ഒരു വടിയുണ്ട്, ആ വടി എടുത്തിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക. അത് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കളർ ചേഞ്ച്, അത് വൈബ്രേഷണൽ ട്രാൻസ്മിഷൻസ് എങ്ങനെയാ നടക്കുക, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ മാറ്റുക, ഇലക്ട്രോണിക്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, ആറ്റോമിക് സ്ട്രക്ചർ എങ്ങനെയാണ്, അത് എങ്ങനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ. അപ്പൊ ഒരു സാധനത്തിന്റെ സ്പീഡ് കാണണമെങ്കിൽ അതിന്റെ കളർ നോക്കിയാൽ മതിയാവും ചിലപ്പോൾ. ഇങ്ങനെ അൾട്രാ വയലറ്റ്, UV റേസിനെ കുറിച്ച് പഠിക്കണം. ഓക്കെ, ഈ ഓരോ അറ്റ്മോസ്ഫിയറിലും ഉണ്ടാകുന്ന ഓരോ വ്യത്യസ്തമായിട്ടുള്ള ലെയർ ഉണ്ട്. സ്ട്രാറ്റോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കുണ്ടല്ലോ. ഈ ഓരോ സ്ഥലത്തിലും നമുക്ക് ഉണ്ടാവുന്ന ഇമ്പാക്റ്റുകൾ മനസ്സിലാക്കും. അപ്പൊ അവിടെ ഉണ്ടാവുന്ന കെമിസ്ട്രിയും അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷനുമാണ് ഇതൊക്കെ തീരുമാനിക്കുക. അപ്പൊ ഓരോ സംഭവവും പഠിക്കുമ്പോൾ എന്തിനാ പഠിക്കുന്നത്, എന്താണ് അതിന്റെ കണ്ടന്റ്, ഇത് ഒന്ന് ബാഹ്യമായിട്ട് പഠിക്കാൻ ഒരു അരമണിക്കൂർ മതി ഒരു ചാപ്റ്ററിന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാപ്റ്ററിന്റെ ഉള്ളിൽ കയറുമ്പോഴത്തേക്കും ഇത് വളരെ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറും. ഇപ്പൊ ഫ്ലൂറസെന്റ് ലൈറ്റ് എന്ന് പറയുന്നത് വലിയ അപ്ലിക്കേഷൻ ഉള്ള സംഭവമല്ലേ. ഇപ്പൊ സ്പെക്ട്രോസ്കോപ്പിയിൽ ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത് നമ്മൾ ചില സിഗ്നൽ ലൈറ്റിൽ ഉപയോഗിക്കുന്ന ലൈറ്റുകൾ, അതിന് പ്രത്യേകിച്ച് ലൈറ്റ് ഒന്നുമില്ല, പക്ഷെ നമ്മുടെ ലൈറ്റ് പോകുമ്പോൾ റിഫ്ലക്ഷൻ വരുമ്പോൾ അത് വലിയ റെഡ് ലൈറ്റ് ആയിട്ട് കാണും. അങ്ങനെയല്ലേ സിഗ്നൽ ലാമ്പുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ സൈക്കിളിന്റെ ഒക്കെ ബാക്കിൽ ചോന്ന ഒരു സാധനം ഒട്ടിക്കൂലേ, എന്തിനാ ഒട്ടിക്കുന്നത്? ഫ്ലൂറസെന്റ് ആണത്. എന്തിനാ ഒട്ടിക്കുന്നത്? അതിൽ ലൈറ്റ് അടിക്കുമ്പോൾ അത് കളറായിട്ട് മാറും. ഇനി ന്യൂക്ലിയറിൽ കുറെ ഉണ്ട് മാഗ്നറ്റിക് റെസ്പോൺസുകൾ. ഒരു പിന്നെ ഏത് തരത്തിലുള്ള വേവ് ലെങ്ത്തിൽ എവിടെ അടിക്കുമ്പോൾ എന്ത് എനർജിയാണോ വരുന്നത് അത് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയെ കുറിച്ച് പഠിക്കുമ്പോൾ അത് എങ്ങനെയാണ് എഫക്ട് ചെയ്യുക, അത് എങ്ങനെയാണ് മാഗ്നറ്റ് ആവുക, മാഗ്നറ്റ് എങ്ങനെ ഇമ്പാക്ട് ചെയ്യും, ആ ഇമ്പാക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കെമിക്കൽ ഷിഫ്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് ഏതൊക്കെ മെറ്റലുകൾക്ക് സാധിക്കും, എയറിന് സാധിക്കുമോ, ഏത് ഫ്രീക്വൻസിയിലാണ് അത് സാധിക്കുക, ഇങ്ങനെ വ്യത്യസ്തമായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് അടുത്ത ചാപ്റ്റർ. പിന്നത്തെ ചാപ്റ്റർ എന്താ? പിന്നെ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ആൻഡ് നാനോ മെറ്റീരിയൽസ്. ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ആൻഡ് നാനോ മെറ്റീരിയൽസ്. എന്താ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ്? എന്താ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്? ആദ്യം എന്താ പറഞ്ഞിരുന്നത്? ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ആൻഡ് നാനോ മെറ്റീരിയൽസ്. മെത്തേഡ്സ്, ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ്. എന്താണ് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്? നമുക്ക് എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ടുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതോ ഇൻസ്ട്രുമെന്റ് ഇല്ലാണ്ടോ പറ്റില്ല. അപ്പൊ പല മെത്തേഡുകൾക്ക് നമുക്ക് എന്ത് ഉപയോഗിക്കും? ഇപ്പൊ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാലേ കുറെ കാര്യങ്ങൾ കാണാൻ സാധിക്കുള്ളൂ. അത് സാധാരണ മൈക്രോസ്കോപ്പ് പോരാ, കുറച്ചും കൂടി സൂം ചെയ്ത് ഉള്ളിലേക്ക് പോകുന്ന ഇലക്ട്രോ മൈക്രോസ്കോപ്പ്, അതിനെ ഇലക്ട്രോ മൈക്രോസ്കോപ്പ് എന്ന് പറയാം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, അറ്റോമിക് മൈക്രോസ്കോപ്പി. ചിലതിന് നല്ല ലൈറ്റ് അടിച്ചിട്ട് റിഫ്ലക്ഷൻ നോക്കുമ്പോഴാണ് റഡാർ പോലെയുള്ള സംഭവങ്ങൾ. ഓക്കെ, ലൈറ്റ് സ്കാറ്ററിംഗ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള. അതിലെ റിഫ്ലക്ഷൻ ഒക്കെ പഠിക്കണം. ഓരോ നാനോ പാർട്ടിക്കിൾ കാണണമെങ്കിൽ അതിന് തെർമൽ അനാലിസിസ് ആവശ്യം വരും. വൈബ്രേഷൻസിനെ കുറിച്ച് പഠിക്കണം. ഒരു സബ്ജക്ട് തന്നെ ഉണ്ട് ഫോട്ടോണിക്സ് എന്ന് പറഞ്ഞിട്ട്. ഫോട്ടോണിക്സ് എന്ന് പറഞ്ഞാല് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്? ഇതൊക്കെ ഈ കേട്ട വാക്കുകളൊക്കെ മോൾ എഴുതി വെക്കുക. അതിന്റെയൊക്കെ അർത്ഥം ഡിക്ഷണറിയിൽ നോക്കുക. ആ ഡിക്ഷണറി നോക്കുമ്പോൾ നമുക്ക് അർത്ഥം മനസ്സിലാവുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ആയിട്ട് മാറും. ഡിഫ്രാക്ഷൻ, റിഫ്രാക്ഷൻ, പൊട്ടൻഷ്യൽ അനാലിസിസ്, സ്കാനിങ്, ടണലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വാക്കുകളുണ്ട്. ടണലിംഗ് മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇപ്പൊ നമ്മൾ പലപ്പോഴും തോന്നും ഓ ഇതുണ്ട്, പക്ഷെ വെർച്വൽ ആയിട്ട് ഉണ്ടാവില്ല. എന്റെ ഒരു സ്റ്റുഡന്റ് തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഒരു പ്രോജക്ട് ചെയ്തിട്ടുണ്ട് ടണലിങ്ങിനെ കുറിച്ച്. 8ാം ക്ലാസ്സിലേ ഉള്ളൂ. മാസ് സ്പെക്ട്രോസ്കോപ്പി എന്താണെന്ന് അറിയണം, സ്പെക്ട്രോസ്കോപ്പിയിൽ എങ്ങനെയാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം അനലൈസ് ചെയ്യാനും അതിന്റെ ഷേപ്പിനെ കുറിച്ചും സർഫസിനെ കുറിച്ചും റിഫ്ലക്ഷൻ പാറ്റേൺ ഒക്കെ അറിയണമെങ്കിൽ സർഫസിനെ കുറിച്ച് അറിയാം. അതിന്റെ മോർഫോളജി, അതിന്റെ പാറ്റേൺസ്,
ഈ ഓരോ വാക്കുകളും പഠിക്കുമ്പോൾ മോർഫോളജി എന്ന് പറയുന്ന വാക്ക് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയില്ല, അറിയുന്നുള്ള ധാരണയും വേണ്ട. ഉടനെ ഡിക്ഷണറി നോക്കുക, എന്നിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്താല് പിന്നെ ഭാവിയിൽ ഏത് എൻട്രൻസ് എക്സാം എഴുതുമ്പോഴും ഇത്തരം ടെക്നിക്കൽ ടേമുകളാണ് കൃത്യമായിട്ട് ചോദിക്കുക. അത് അറിയാത്ത ഒരാൾക്ക് അത് ആൻസർ ചെയ്താൻ പറ്റില്ല. അപ്പൊ തെർമൽ അനാലിസിസിന്, ഡൈനാമിക് സ്കാറ്ററിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട്, ആറ്റോമിക് ഫോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്, ഇലക്ട്രോ മൈക്രോസ്കോപ്പ്, ഞാനിപ്പോ ഈ പറയുന്ന ടെക്നിക്കൽ ടേംസ് ഇങ്ങനെ വരുന്നില്ലേ എനിക്ക്? എത്ര ടെക്നിക്കൽ ടേംസ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് വരുന്നുണ്ടോ ആ സബ്ജക്ട് നിങ്ങളുടേതാണെന്ന് അർത്ഥം. നമ്മൾ വീട്ടിലെ ആൾക്കാരുടെ പേര് പറയുമ്പോൾ എല്ലാവരുടെ പേരും പടപടപടാന്ന് പറയാൻ പറ്റില്ലേ, ബന്ധുക്കളുടെ? അതുപോലെ ഒരു സബ്ജക്ട് എടുത്താല് ആ സബ്ജക്റ്റിൽ കെമിസ്ട്രിയിൽ വരുന്ന എല്ലാ വാക്കുകളും കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നെങ്കിൽ ഞാൻ കെമിസ്ട്രി പഠിച്ചു എന്ന അർത്ഥം. എക്സാമിനേഷൻ എപ്പോഴും നഷ്ടപ്പെടുന്നത് എന്താണ്? ഈ വാക്കുകളൊന്നും വരില്ല. അതെപ്പോഴാ വരിക? അതിനാണ് 1 2 3 നല്ല ഫ്രണ്ട്സ്, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക, അവരുടെ കൂടെ ഇത് നമ്മൾ പഠിച്ചത് അവരെ പഠിപ്പിക്കുക, അവർ പഠിച്ചത് നമ്മളെ പഠിപ്പിക്കുക. 4 പ്രാവശ്യം അന്യോന്യം പറയുമ്പോഴത്തേക്കും ആ സബ്ജക്ട് നമ്മുടേതായിട്ട് മാറും. അപ്പൊ കൃത്യമായിട്ട് വേണ്ടത് ഡിസ്കഷനിലൂടെ പഠിക്കലാണ്. നല്ല കൂട്ടുകാർ, അതാണ് വേണ്ടത്. ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന സമയത്ത് സമയം ടൈം പാസ് ചെയ്ത് കൊല്ലാൻ വേണ്ടി ഒരു പണിയും ചെയ്യാണ്ട് ഇത്രയും കാലം ഉണ്ടായിരുന്ന കാലം കൃത്യമായിട്ട് ഇത് ഈ പറഞ്ഞതുപോലെ ഈ 10 മിനിറ്റ് 20 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്തതുപോലെ 17 മിനിറ്റേ ആയിട്ടുള്ളൂ. എത്ര കാര്യങ്ങൾ പഠിച്ചു എന്ന് ആലോചിക്കട്ടെ. ജീവിതത്തിൽ എത്ര സമയമുണ്ട്? 2 കൊല്ലം മുമ്പ് എന്നോട് എഞ്ചിനീയറിംഗിന് ചേരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു കുട്ടി അത് കഴിഞ്ഞ് ഓരോ ആഴ്ചയും അരമണിക്കൂർ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ, നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിലോ, സമയം നഷ്ടപ്പെട്ടിട്ടില്ല. ഈ നിമിഷം മുതൽ ഇഷ്ടംപോലെ ഫ്രണ്ട്സിനെ വിളിക്കുക, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക, അത് കൃത്യമായിട്ട് ഇതുപോലെ പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. അവരോടൊരു വിഷയം പഠിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറയും. എഞ്ചിനീയറിംഗ് കോളേജിലെ ടീച്ചേഴ്സിന്റെ സ്റ്റാൻഡേർഡ് ഒക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. ഓക്കെ, കാരണം അവര് പഠിപ്പിക്കുന്ന ആ എഞ്ചിനീയറിംഗ് കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് എന്നെ +2 പഠിപ്പിച്ച മാഷാണ് അവിടെ മാഷായിട്ടിരിക്കുന്നത്. കെമിസ്ട്രിയൊക്കെ അതിൽ 4 പേരാണ് 100 തോക്കാറ്, അല്ല പാസ്സാവാറ്. എന്നിട്ട് അവരെ വിളിച്ചിട്ട് ആ മാഷന്മാരെ ഞാൻ വഴക്ക് പറയും, നിങ്ങൾ പഠിപ്പിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. അന്ന് പഠിച്ചു തുടങ്ങിയതാ ഞാൻ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി. മനസ്സിലായോ? അപ്പൊ എന്ത് എളുപ്പമാണെന്നറിയോ? നമ്മൾ വിചാരിക്കുന്നത് കെമിസ്ട്രി വളരെ ബുദ്ധിമുട്ടാണെന്നാണ്. പക്ഷെ 10ാം ക്ലാസ് വരെ 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള കെമിസ്ട്രിയുടെ ബേസിക് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ കുറച്ചും കൂടി ടെക്നിക്കലായിട്ട്, എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയും സാധാരണ കെമിസ്ട്രി എന്താ വ്യത്യാസം? അത് അപ്ലിക്കേഷൻ ഉണ്ടാവും, വെറുതെ പറയില്ല. ഇപ്പൊ ഇതേ കെമിസ്ട്രിയാണ് നമ്മൾ സ്കൂളിൽ പഠിക്കേണ്ടാവും, ഇലക്ട്രോളിസിസ്. പക്ഷെ ഇലക്ട്രോളിസിന്റെ അപ്ലിക്കേഷൻ എന്താന്ന് പറയില്ല, ഇവിടെ അപ്ലിക്കേഷൻ പറയും. അപ്പൊ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി എന്ന് പറഞ്ഞ പുസ്തകങ്ങൾ തന്നെ അവൈലബിൾ ആണ്. എഞ്ചിനീയറിംഗ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി, അതിനകത്ത് അപ്ലിക്കേഷൻ. അതൊന്നും ഇല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉണ്ട്. ഈ ചാപ്റ്ററിന്റെ ഹെഡിങ് എടുത്തിട്ട് വെറുതെ ഇന്റർനെറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഈ ആൻസേഴ്സ് ഒക്കെ. അത് കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കുക, എന്നിട്ട് സബ്ജക്റ്റിൽ പോവുക. പക്ഷെ എക്സാമിനേഷന് പാസ്സാവാൻ ഒരു 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. അത് ആൻസർ ചെയ്തിട്ട് ഞാൻ ഏത് ചെയ്തത് ശരിയാണോ എന്നറിയാൻ ഫ്രണ്ട്സിന് കൊടുക്കുക. ഫ്രണ്ട്സ് അത് നോക്കുമ്പോൾ, ഓ ഇങ്ങനെയല്ല എഴുതിയ മാർക്ക് കിട്ടില്ല, ഇങ്ങനെയല്ല എഴുതേണ്ടത്, ഇങ്ങനെയാണ് എഴുതേണ്ടത്. 1 2 ഫ്രണ്ട്സ് കൂടെ ഇരുന്നിട്ട് ക്വസ്റ്റ്യൻ എടുക്കുക, ആൻസർ എഴുതുക, ക്വസ്റ്റ്യൻ എടുക്കുക, ആൻസർ എഴുതുക, അന്യോന്യം എക്സ്ചേഞ്ച് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. പണി തീർന്നു. ഇനി അടുത്തത് എന്താണ്? അടുത്ത ചാപ്റ്റർ എന്താണ്? സ്പെക്ട്രോകെമിസ്ട്രി ആൻഡ് പോളിമർ കെമിസ്ട്രി. എന്ത് കെമിസ്ട്രി? സ്റ്റീരിയോ കെമിസ്ട്രി ആൻഡ് പോളിമർ കെമിസ്ട്രി. ഞാൻ ആ പോളിമർ കെമിസ്ട്രി എന്ന വാക്ക് കേൾക്കുമ്പോൾ എനിക്കറിയാം അതിനകത്ത് സ്പെക്ട്രോ കെമിസ്ട്രി വരില്ല. അതുകൊണ്ടാണ് എന്താണെന്ന് ചോദിച്ചത്. സ്റ്റീരിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനം ഒന്ന് സ്ഥലത്ത് മാത്രമല്ല 2 കണ്ണുകളിൽ കൂടുമ്പോൾ കാണുമ്പോഴാണ് സ്റ്റീരിയോ എന്ന് പറയാം. ഒന്ന് മാത്രം കണ്ട മോണോ, 2 എണ്ണം കണ്ട സ്റ്റീരിയോ. അപ്പൊ 2 തരത്തില് 2 ഡയറക്ഷനിൽ നോക്കുമ്പോൾ ഒരു മോളിക്കുലാർ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാവും. അത് പോളിമർ, എല്ലാ ഇൻസുലേഷനും പോളിമർ ഉപയോഗിച്ചിട്ടാണ്. സാറ്റലൈറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പോളിമർ കെമിസ്ട്രിയാണ്. ഇപ്പം വിക്രം സാരാഭായ് സെന്ററിൽ കെമിസ്ട്രി ആൾക്കാർക്ക് ജോലി കിട്ടുന്ന കെമിസ്ട്രി ഏത് പഠിച്ചാലാ കിട്ടാന്ന് വെച്ചാൽ ഉടനെ പറയും പോളിമർ കെമിസ്ട്രി പഠിച്ചാലാ. കാരണം അവിടെ നമുക്ക് ആവശ്യമുള്ളത് ഈ സ്റ്റീരിയോ കെമിസ്ട്രി ഉപയോഗിച്ചിട്ട്, അത് പോളിമർ കെമിസ്ട്രി, സ്റ്റീരിയോ കെമിസ്ട്രി ഇൻ പോളിയോ കെമിസ്ട്രി എന്നാണ് ശരിക്കും പറയേണ്ടത്, ആൻഡ് എന്നല്ല. സ്റ്റീരിയോ കെമിസ്ട്രി ഏതിലാ ഉപയോഗിക്കുക? പോളിമർ കെമിസ്ട്രിയിലാണ് ഉപയോഗിക്കുക. അപ്പൊ അതിനകത്ത്
എങ്ങനെയാണ് സ്റ്റീരിയോ കെമിസ്ട്രി ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള മോളിക്കുലാർ സ്ട്രക്ചറിൽ ഒന്ന് വെർട്ടിക്കലും ഒന്ന് ഹൊറിസോണ്ടലും ഈ കെമിക്കൽ ബോണ്ടേജ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഒന്ന് വെർട്ടിക്കലും ഒന്ന് ഹൊറിസോണ്ടലും ആകുമ്പോഴാണ് അതിന് കണ്ടക്ടിങ് അല്ലാണ്ട് പോകും. അങ്ങനെ കണ്ടക്ടിങ് അല്ലാണ്ട് പോകുന്ന സമയത്ത് അതിന് നമുക്ക് ഇൻസുലേഷനും നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇത് എന്തിനാണ് നമ്മൾ അനാലിസിസിന് ഉപയോഗിക്കുക? ഇത് സെല്ലുലോസ് എന്ന് പറഞ്ഞ വാക്കും ഒക്കെ അതിനകത്ത് വരും. ഓക്കെ, അപ്പൊ ഒപ്റ്റിക്കലായിട്ട് സ്റ്റീരിയോ എന്ന് പറയുമ്പോൾ തന്നെ ഒപ്റ്റിക്കലാണ്, കാണാൻ സാധിക്കുന്ന തരത്തിൽ രണ്ട് ക്രോസുകൾ ഉപയോഗിച്ചിട്ട് ഒരു കണ്ണ് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റീരിയോസ്കോപ്പി വിഷൻ ഇല്ല. രണ്ട് കണ്ണും കൂടി കാണുമ്പോഴേ അതിന്റെ 3 ഡയമെൻഷനൽ വരുള്ളൂ. അങ്ങനെ 3D കാണാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ബോണ്ടേജ് ഉണ്ടാക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പാറ്റേൺസും ഒക്കെ പഠിക്കും നമ്മൾ. പണ്ട് ഈ ബോണ്ടേജ് പഠിക്കുമ്പോൾ കുറെ പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രക്ചറുകൾ പഠിച്ചിട്ടുണ്ടാവും. ഹെക്സഗൺ, പെന്റഗൺ എന്നൊക്കെ പറഞ്ഞിട്ട് അത് പഠിക്കണമെങ്കിൽ ഒരു 3 ഡയമെൻഷനിൽ പഠിക്കണം. സിംഗിൾ ഡയമെൻഷനിലാകുമ്പോൾ അത് പെന്റഗൺ ആണോ എന്ന് അറിയില്ല. പണ്ട് ബോണ്ട് പഠിക്കുന്ന സമയത്ത് ഒന്നൊന്ന് മറ്റേതിൽ കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെ കാണുന്ന ഒരു സ്ട്രക്ചർ കാണുമല്ലോ, അത് ഒരു ഹെക്സോഗണൽ. അങ്ങനെ കുറെ ബോണ്ടേജ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിന്റെ കോംപ്ലിക്കേഷൻ മാറ്റണമെങ്കിൽ 3 ഡയമെൻഷനിൽ കാണേണ്ടി വരും. അതിനാണ് സ്റ്റീരിയോസ്കോപ്പിക് ഉപയോഗിക്കുക കൃത്യമായിട്ട്. അടുത്ത ചാപ്റ്റർ അടുത്തത് വാട്ടർ കെമിസ്ട്രി ആൻഡ് സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ്. എന്താണ് വാട്ടർ കെമിസ്ട്രി? ഇപ്പൊ നമ്മൾ ന്യൂക്ലിയർ കണ്ടന്റുകൾ ഉപയോഗിക്കുന്ന പല സ്ഥലത്തും ആ ന്യൂക്ലിയർ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും തീരും. മനസ്സിലായോ? അതുപോലെ വെള്ളത്തിനും കുറെ അതിൻ്റെതായ കെമിക്കൽ കമ്പൗണ്ട്. ഒരു വെള്ളം നല്ലതാണോ മോശമാണോ? ഇപ്പൊ ഇന്നലെ ഗംഗാജലത്തെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ആ ഗംഗാജലം നല്ല വെള്ളമാണ്, നമ്മൾ കുടിക്കുന്ന വെള്ളം നല്ലതാണ്. വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് അതിനകത്ത് കുറെ കെമിസ്ട്രി എഴുതിയിട്ടുണ്ടാവും. ഇതുവരെ വായിച്ചിട്ടുണ്ടാവും. ഒരു വെള്ളത്തിന്റെ pH വാല്യൂ എത്രയാവണം? അത് ആ pH വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് വാട്ടർ കെമിസ്ട്രി. അതിനകത്ത് കുറെ ന്യൂക്ലിയർ അണുക്കൾ ഉണ്ടെന്ന് വിചാരിക്കും. എന്തുകൊണ്ടാണ് ന്യൂക്ലിയർ പിന്നെ പ്ലാന്റിനൊക്കെ എതിരെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആ ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്ന് പോകുന്ന ചില കണികകളൊക്കെ വെള്ളത്തിൽ ചേർന്ന് അത് അശുദ്ധമാകും. ഫംഗസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് അശുദ്ധമാകും. കുറെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തെ നന്നാക്കാനും പറ്റും, അശുദ്ധമാക്കാനും പറ്റും. അപ്പൊ നമ്മളിപ്പോ ഒരു വാട്ടർ മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കും. ആ വാട്ടർ മോളിക്യൂളിന് H2O ആണ് ഇതുവഴി പാസ് ചെയ്ത് പോകേണ്ടത്. H2O എന്ന് പറയുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. അത് രണ്ടും ചേർന്നിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ഇതുവഴി പാസ് ചെയ്ത് പോകുന്നത്. ഈ പാസ് ചെയ്യാനുള്ള പിന്നെ ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ഒരു ഇതാണെന്ന് വിചാരിക്കാം, വാല. അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് വാട്ടർ മോളിക്യൂൾ പോകാൻ പറ്റാത്ത വിധം അത്രയും അടുത്തടുത്താണ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. അപ്പൊ എന്ത് പറ്റും? ഫോഴ്സ്ഫുൾ ആയിട്ട് അതിനെ ഉള്ളിലേക്ക് പാസ് ചെയ്യാൻ ശ്രമിച്ചാല് ഓക്സിജനും ഹൈഡ്രജനും വിഘടിച്ചു പോകും. കാരണം അതിന് രണ്ടും കൂടി ചേർന്നുള്ളിൽ പോകാൻ പറ്റില്ല. ഇപ്പൊ ഞാനും അഞ്ജലിയും കൈ പിടിച്ചിട്ടാണ് പോകാൻ പോകുന്ന ഒരു സ്ഥലത്തൂടെ. രണ്ടാൾക്കും പോകാൻ വഴിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കൈ വിട്ടിട്ട് ഒരാൾ പോകും, അടുത്ത ആൾ അതിന്റെ പിന്നാലെ പോയില്ലേ? അതിനേക്കാളും ബുദ്ധിമുട്ടുള്ള കുറെ പിന്നെ കീടങ്ങളൊക്കെ ഉണ്ട് അതിന്റെ കൂടെ വിചാരിക്കും. അപ്പൊ അതൊന്നും അതുവഴി പോവാണ്ടിരിക്കും. അപ്പൊ വെള്ളം ശുദ്ധമാക്കാനുള്ള മെത്തേഡിലടക്കം ഈ കെമിക്കൽ കോമ്പൗണ്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അങ്ങനെയാണ് അത് ഇംപ്യൂരിറ്റീസിനെ മാറ്റുക. അപ്പൊ വാട്ടർ കെമിസ്ട്രി പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിസ്ഇൻഫെക്ട് ചെയ്യുന്ന, ഇൻഫെക്ഷൻ ഇല്ലാത്ത വെള്ളം ഉണ്ടാക്കണം, ഇംപ്യൂരിറ്റീസ് ഒഴിവാക്കണം. അങ്ങനെയാണ് ഈ ട്രീറ്റ്മെന്റ് നടത്തുക. അതാണ് സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ്. എങ്ങനെയാണ് നമ്മൾ വാട്ടറിനെ ട്രീറ്റ് ചെയ്ത് മാറ്റുക? എന്താണ് സീവേജ് എന്ന് പറഞ്ഞ അർത്ഥം? പറയും. ഞാൻ പറയുന്ന ആ ടൈറ്റിൽ പോലും ഒരു ടൈറ്റിൽ ഉണ്ടാവുമ്പോ ആ ടൈറ്റിൽ കൃത്യമായിട്ട് പഠിച്ചിട്ട് അതിന്റെ അർത്ഥമെങ്കിലും മനസ്സിലാവണ്ടേ മോളെ? സീവേജ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് എന്നർത്ഥം. അപ്പൊ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, ഡ്രൈനേജ് പോലെയുള്ള സ്ഥലം, ആ വെള്ളത്തെ മാറ്റിയിട്ട് നമുക്ക് ശുദ്ധമാക്കിയിട്ട് മാറ്റാൻ പറ്റുമോ? അതിന്റെ pH വാല്യൂ കൂട്ടാൻ പറ്റുമോ? എന്താണ് pH വാല്യൂ? ആസിഡും ബേസും ചേർന്നിട്ടുള്ളതാണ് ഒരു വാട്ടറിന്റെ കണ്ടന്റില്. അത് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റണം pH വാല്യൂ. ഓക്കെ,
പലതരത്തിലും കൂടി ചേർന്നിട്ടുണ്ടാവും. അബ്സോർപ്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി അബ്സോർബ് ചെയ്യാത്ത തരത്തിലേക്ക് സെഡിമെന്റേഷൻ മാറ്റണം. സ്ലഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും, ഫിൽട്ടർ ചെയ്യണം. ഓക്കെ, ഇത് കൃത്യമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് എന്ത്, ട്രീറ്റ്മെന്റ്. നമ്മള് സാധാരണഗതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ കുറെ കല്ല് വെച്ച് സാധാരണ വാട്ടർ അങ്ങനെ ഫിൽട്ടർ ചെയ്യാം. പണ്ടൊക്കെ നല്ലപോലെ കുറെ കല്ലുകൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വലിയ അജീർണങ്ങളൊക്കെ അതിന്റെ മുകളിൽ പോകും. അതിന്റെ താഴെ പോകുന്നത് കുറച്ചും കൂടി ചെറിയ ചെറിയ പെബിൾ ഇട്ട് കഴിഞ്ഞാൽ അതിലും താഴെ ഉള്ളതേ പോവുള്ളൂ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ സാൻഡ് മാത്രമേ ഉള്ളൂ. ആ സാൻഡിലേക്ക് കൂടി ഒഴുകി വരുമ്പോഴത്തേക്കും അത് ശുദ്ധമാവും. നമ്മൾ ഈ ഡ്രൈനേജ് ഒക്കെ ഭൂമിയുടെ അടിയിലേക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാലും കിണറ്റിലെത്തുമ്പോഴത്തേക്ക് അത് ശുദ്ധാവുന്നത് കിണർ കുറെ താഴെയാണ്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കെട്ടി ഉണ്ടാക്കിയിട്ട് വെള്ളം മുകളിലുള്ള സർഫസ് വാട്ടർ ഒന്നും അതിനകത്ത് പോവാതെ ഭൂമിയുടെ അടിയിൽ പോയിട്ട് അടിയിലേക്ക് കൂടി തിരിച്ചു വരുമ്പോഴത്തേക്കും ശുദ്ധമായ വെള്ളം. അങ്ങനെ ഒഴുക്കി 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 അതിനെ ശുദ്ധീകരിക്കുന്നതാണ് ഭൂമിയുടെ തന്നെ കടമ. അപ്പൊ ഏറ്റവും നല്ല സീവേജ് ട്രീറ്റ്മെന്റ് നടക്കുന്ന പ്രതലം ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ ഭൂമിയുടെ അണ്ടർഗ്രൗണ്ട് ആണ്. മനസ്സിലായോ? ഇപ്പൊ ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോ ആ സബ്ജക്ട് നമുക്ക് ഇഷ്ടമുള്ളതായിട്ട് മാറും. ആദ്യം ചെയ്യേണ്ടത് ഒരു ടൈറ്റിൽ എടുക്കുക, ആ ചാപ്റ്ററിന്റെ ഹെഡിങ് എടുത്തിട്ട് ഇപ്പൊ അറിയുന്ന എന്തൊക്കെ അതിനകത്തുണ്ട് എന്ന് ഒരു ബോധം ഉണ്ടായിട്ട് തോന്നുന്ന കുറെ കാര്യങ്ങൾ അതിനെ കുറിച്ച് എഴുതുക. ആ സബ്ജക്റ്റിനെ കുറിച്ച് എത്ര എഴുതാൻ പറ്റും? ഒരു പേജ് എഴുതാൻ പറ്റും ഒരു ചാപ്റ്ററിനെ കുറിച്ച്? അത് മതി എന്ന് വിചാരിക്കുക. അര പേജ് എഴുതാൻ പറ്റുമോ? 4 സെന്റൻസ് എഴുതാൻ പറ്റുമോ? 4 സെന്റൻസ് എഴുതുക. അത് കാണുമ്പോൾ എനിക്ക് തോന്നും, അയ്യോ എനിക്ക് ഇത്രേ അറിയുള്ളൂ, ഈ ചാപ്റ്ററിൽ ഇതിനേക്കാളും കൂടുതൽ ഉണ്ടല്ലോ, ഒന്ന് പഠിച്ചിട്ടേ ഉള്ളൂ എന്ന് വിചാരിക്കാം. എന്നിട്ടൊരു 2 മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ. 2 മണിക്കൂർ കൊണ്ട് തീർക്കണം. തീർത്ത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി എഴുതും. അപ്പൊ മനസ്സിലാവും, അയ്യോ 2 മണിക്കൂർ മുമ്പ് ഉണ്ടതിനേക്കാളും ഒരു 10 ഇരട്ടി അറിവ് എനിക്ക് ഉണ്ടെന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് പോരാ, എനിക്ക് ഇനിയും കൂടി പഠിക്കണം തോന്നുകയാണെങ്കിൽ അതും കൂടി പഠിക്കാം. അങ്ങനെ പഠിച്ച് 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 നമ്മുടേതാക്കാം. ഒരു നിമിഷവും കളയരുത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാല് നമ്മൾ മലയുടെ മുകളിൽ കയറണം 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 എന്ന് വിചാരിച്ച് താഴ്ത്തിരുന്നാല് മുകളിലെത്തുമോ? ഓരോ സ്റ്റെപ്പായിട്ട് വെച്ചിട്ട് കുറെ കഴിയുമ്പോൾ താഴത്ത് നോക്കുമ്പോൾ ഓ ഞാൻ ഇത്രയൊക്കെ കയറി, ഇനിയിപ്പോ എനിക്ക് എളുപ്പമാണല്ലോ തോന്നും. അപ്പൊ നഷ്ടപ്പെട്ട സമയം ഇതിനേക്കാളും 21 സബ്ജക്റ്റിനൊക്കെ തോറ്റിട്ട് എന്റെ അടുത്ത് വന്നിട്ടുള്ള കുട്ടികൾ 21 സബ്ജക്ട്സ് എഞ്ചിനീയറിംഗിൽ. ഇന്ന് അത് പോസിബിൾ അല്ലാന്ന് തോന്നും. ഇന്ന് സെമസ്റ്റർ കുറെ പാസ്സായാലേ മുകളിലേക്ക് പ്രൊമോഷൻ. അന്ന് അങ്ങനെയല്ല, അവസാന സെമസ്റ്റർ എത്തുന്നവരെ തോറ്റുകൊണ്ടിരിക്കുക. എന്നിട്ടും ഈസി ആയിട്ട് പാസ്സായിട്ടുള്ളവരുണ്ട്. വിവരമില്ലാത്തതുകൊണ്ടല്ല, ഇരുന്ന് മനക്കെടാൻ സമയം ചെലവഴിക്കാൻ തയ്യാറല്ലാണ്ട്. അന്നൊന്നും ഇന്റർനെറ്റ് വെച്ചിട്ടും പഠിക്കാൻ പറ്റില്ല. ഇന്നിപ്പോ ഇന്റർനെറ്റ് വെച്ചിട്ട് ഏത് സമയവും നോക്കിയിട്ട് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഇനിയുള്ള എല്ലാ സമയവും ഇതിന് മാത്രം ചെലവഴിക്കുന്ന തീരുമാനിക്കാം. മനസ്സിലായോ? നല്ല പോലെ ഈ സമയത്ത് നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്താൽ, ഞാൻ സ്പെൻഡ് ചെയ്യാന്നല്ല പറയാ, ഇൻവെസ്റ്റ് ചെയ്യാന്നാ പറയാ. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ നാളെ ഭാവിയിൽ ഏറ്റവും നല്ല ലെവലിലേക്ക് എത്താൻ പറ്റും. അത് ഇലക്ട്രോണിക്സ് പഠിച്ചാലും സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചാലും അവർ പോളിമർ പഠിക്കും. ഓക്കെ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആൾ കുറെ കെമിസ്ട്രി പഠിക്കും. എന്റെ മകൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് കഴിഞ്ഞിട്ട് ഇപ്പൊ ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആണ് അമേരിക്കയിൽ. ഇപ്പൊ ചെയ്യുന്ന ഫുൾ കെമിസ്ട്രിയാണ്. അത് ഈ പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് ചാപ്റ്റർ ആണ്. വേസ്റ്റിനെ എങ്ങനെ വേസ്റ്റ് അല്ലാണ്ടാക്കി മാറ്റും. അപ്പൊ ഇപ്പൊ അവൻ ഏത് എഞ്ചിനീയറിംഗ് ആണ് ചെയ്യുന്നത് വെച്ചാല് വേസ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. എന്ത് എഞ്ചിനീയർ ആണ്? വേസ്റ്റ് എഞ്ചിനീയർ. ഇപ്പം അഞ്ജിത ചോദിച്ചിട്ടുള്ള ലാസ്റ്റ് ചാപ്റ്ററിലെ എക്സ്പെർട്ട് ആണെന്ന് വിചാരിക്കും. അപ്പൊ അഞ്ജിതയുടെ പേരെന്താവും? ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ എന്നല്ല. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ച് ഇത് താല്പര്യമുള്ള ഒരാളായി മാറിയാല് നാളെ സീവേജ് എഞ്ചിനീയർ. മനസ്സിലായോ? അപ്പൊ ഓരോ വിഷയവും പഠിക്കുമ്പോൾ അതിൽ എനിക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും, ഇതാണ് എന്റെ വിഷയം എന്നുള്ള തോന്നലിൽ നമ്മൾ പഠിക്കണം. അടുത്ത ചാപ്റ്റർ വന്നിട്ട് മാത്സ് പഠിക്കുമ്പോഴും ഫിസിക്സ് പഠിക്കുമ്പോഴും കെമിസ്ട്രി പഠിക്കുമ്പോഴും എല്ലാത്തിനും ഇതേപോലെ തോന്നലോട് കൂടി പഠിക്കുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ വിഷയം എന്നല്ല കെമിസ്ട്രി. ഞാൻ 12ാം ക്ലാസ് കഴിഞ്ഞപ്പോ കെമിസ്ട്രി വിട്ടാളാ. പക്ഷെ ആ 12ാം ക്ലാസ്സിന്റെ 10ാം ക്ലാസ്സിന്റെ കെമിസ്ട്രി മതി എഞ്ചിനീയറിംഗ് കെമിസ്ട്രി പഠിപ്പിക്കാൻ പോലും. നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് ഏതെങ്കിലും മാഷ് ഇതേപോലെ നിങ്ങളെ കെമിസ്ട്രി പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇപ്പൊ ഞാനാണ് നിങ്ങളെ കെമിസ്ട്രി പഠിപ്പിക്കുന്നതെന്ന് വിചാരിക്കുക, ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാം. എന്നിട്ട് പറയും നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചു വന്നിട്ട്, നിങ്ങൾ ഫുൾ പഠിച്ചു വന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ പറയില്ല. കാരണം ഇന്ന് മാഷന്മാര് പഠിപ്പിക്കേണ്ട കാര്യമില്ല.
നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ച് ചാപ്റ്റർ എടുത്ത് അന്യോന്യം ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോൾ കിട്ടുന്ന വിവരത്തിനേക്കാളും കൂടുതലൊന്നും ഒരു മാഷക്കും പഠിപ്പിക്കാൻ പറ്റില്ല. എഞ്ചിനീയറിംഗ് വിഷയങ്ങൾ പഠിക്കുമ്പോൾ ശരിക്ക് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ എഞ്ചിനീയറിംഗിൽ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. 4 ഫ്രണ്ട്സ് കൂടെ ഇരുന്ന് പഠിച്ചാൽ പറ്റുന്നത് ഇതിനേക്കാളും കൂടുതലാണ്. അതുപോലെ ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പൊ ഇതുവരെയുള്ള വിഷയങ്ങളിൽ തോറ്റിട്ടുള്ള കുറെ പിള്ളേർ നിന്റെ കൂടെ ഉണ്ടാവും. അവരെല്ലാരും കൂടി ഇരിക്കുക, എന്നിട്ട് ഇങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അന്യോന്യം ഡിസ്കസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കൂടെ ഇരുന്നിട്ട് ഓരോ വിഷയം എടുത്തിട്ട് ഈ പറഞ്ഞതുപോലെ ഡിക്ഷണറി എടുക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇന്റർനെറ്റ് നോക്കുക, ഡിസ്കസ് ചെയ്യുക, അടുത്ത ആൾ ഇന്റർനെറ്റ് നോക്കുക, ഇതാണ് ഞാൻ കണ്ടുപിടിച്ചത്, ഇതാണ് ഞാൻ കണ്ടുപിടിച്ചത്. അങ്ങനെ അന്യോന്യം ഡിസ്കസ് ചെയ്തിട്ട് ആ ചാപ്റ്റർ അങ്ങോട്ട് തീർക്കുക. ഇപ്പൊ നമ്മൾ 31 മിനിറ്റ് കൊണ്ടാണ് കെമിസ്ട്രിയുടെ ആകെപ്പാടെ ഒരു മൊത്തം നോളജ് കിട്ടിയത്. ഇത് വെച്ചിട്ട് ഇനി ഉള്ളിലേക്ക് പഠിക്കുമ്പോഴത്തേക്കും വളരെ എളുപ്പമായിട്ട് മാറും. ഇതൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം, കാണാൻ പറ്റണം. നമുക്ക് കാണാൻ പറ്റുന്നതാണ് പ്രാക്ടിക്കൽ കെമിസ്ട്രി. അതിനാണ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി എന്ന് പറയുക. ആ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ സയൻസിനെ അപ്ലിക്കേഷനിലേക്ക് എത്തുന്നതിനെയാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയാം. ആ അപ്ലിക്കേഷൻ കുറേ സ്ഥലത്ത് ചെയ്യുമ്പോൾ അതിന് ടെക്നോളജി ആവും. അതുകൊണ്ടാണ് ബിടെക് എന്നുള്ള പേര്, ടെക്നോളജിസ്റ്റ് എന്നുള്ള പേര്. ഇതുപോലെ പഠിക്കാൻ പോകുന്ന വിഷയവും പഠിച്ച വിഷയവും മാത്രം ഡിസ്കസ് ചെയ്യുന്ന കുറെ കുട്ടികളുടെ ഒരു 5 or 6 കുട്ടികൾ, അതിൽ അധികം ഉണ്ടാവാൻ പാടില്ല, 5 or 6 കുട്ടികളെ കണ്ടുപിടിക്കുക, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക, അവരുടെ കൂടെ വരിക, എന്നിട്ട് അവരുമായിട്ടുള്ള ഡിസ്കഷൻസിന്റെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് സ്വന്തം പഠിക്കാനുള്ള ഒരു ബോധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായിരിക്കും. ഇത് ബിടെക് മാത്രം പാസ്സാവുമല്ല, അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ എൻട്രൻസ് എക്സാമുകളും ഗേറ്റ് പാസ്സാവണം, GRE പാസ്സാവണം, ഏതൊക്കെ എൻട്രൻസ് പിന്നെ കോമൺ കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതാൻ പറ്റുമോ അതൊക്കെ എഴുതും. ഇപ്പൊ ഞാനൊക്കെ ഇന്റർവ്യൂവിന് ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആദ്യം ചോദിക്കുക ഏതൊക്കെ വിഷയം പഠിച്ചതെന്ന് ചോദിക്കും. ഇപ്പൊ ഈ ഇരിക്കുന്ന കമ്മിറ്റിയിൽ ചിലപ്പോൾ കെമിസ്ട്രി പഠിച്ചാലും, ഞാൻ മാത്സ് പഠിച്ചാലും ഫിസിക്സ് പഠിച്ചാലും, വേറൊരാൾ കെമിസ്ട്രി പഠിച്ച ആളായിരിക്കും അവിടെ സീനിയർ ആയിട്ട് ഉണ്ടാവുക. അയാൾ കെമിസ്ട്രി ഏതാ വിഷയം പഠിച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇലക്ട്രോ കെമിസ്ട്രി പഠിച്ചു എന്ന് പറയും. എന്നാ പറയും എന്താ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ആ ഡെഫിനേഷനാണ് ചിലപ്പോൾ ചോദിക്കുക. നിങ്ങൾ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാ പോയിട്ടുണ്ടാവുക, ആ ബേസിക് ഡെഫിനേഷൻ ചോദിച്ചാൽ തോറ്റു. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും എടുത്തിട്ട് ഡിക്ഷണറി wordhippo.com എന്ന് പറഞ്ഞൊരു ഡിക്ഷണറി ഉണ്ട് ഓൺലൈനിൽ, wordhippo.com, അതെടുക്കുക, അതിനകത്ത് പോവുക, തപ്പി നോക്കുക, കണ്ടുപിടിക്കുക. ഏതെങ്കിലും ഒരു വിഷയം സംശയം വരുമ്പോൾ ഇതുപോലെ വിളിക്കുക, ഓക്കെ, എന്നിട്ട് ഡിസ്കസ് ചെയ്യാം. നല്ല ഫ്രണ്ട്സ് 3-4 പേരുണ്ടാവണം, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം, അത് അപ്ഡേറ്റ് ചെയ്യണം. ഒരു സമയം പോലും കളയാനില്ല. കാരണം ഇപ്പൊ പോകുന്ന ഓരോ സമയവും ഇത്ര കാലം പോയത് പോയി, ഇനിയെങ്കിലും അതില്ലാണ്ടിരുന്നാലേ ഭാവിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഫൈൻ, മതിയോ? മനസ്സിലായോ? മനസ്സിലായി. ഗുഡ്. ഞാനിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെയും റെഫർ ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക, അവരോട് കാണാൻ പറയാ, എന്നിട്ട് ഇതേപോലെ പഠിക്കാൻ പറയാം. മോക്കും പല പ്രാവശ്യം റെഫർ ചെയ്യാൻ പറ്റും. ഇത് അതുപോലെ മോളുടെ ഫ്രണ്ട്സിനും പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഇത് ഏത് ഇയറിലുള്ള കെമിസ്ട്രി ആണ്? ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ? ഫസ്റ്റ് ഇയർ, ഫസ്റ്റ് സെമസ്റ്റർ. ഫസ്റ്റ് സെം സെക്കൻഡ് സെം അത് ഓരോരുത്തർക്കും ഡിഫറെന്റ്. ഓക്കെ, അപ്പൊ നല്ലോണം പഠിക്കണം, ഗ്യാരണ്ടീഡ്. ശരി.